രാവിലെ ഉറക്കം എണീച്ചതും ഇവിടെ ചെന്നിരിക്കുക. അതൊരു ഹോബി തന്നെയായി പോയിട്ടോ. എന്താ അറിയില്ല, രാവിലത്തെ അവിടുത്തെ കാറ്റും സ്മെല്ലും ഒരു പോസിറ്റീവ് ഫീലാണ്. ഞാനുള്ള ദിവസം വരെ എല്ലാ ദിവസവും രാവിലെ അവിടെ ചെന്നിരിക്കേണ്ടാവും കേട്ടോ. ഇന്നാണ് ഞങ്ങൾക്ക് വെളിയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ ടൗണിൽ പോയിട്ടുണ്ടായിരുന്നേ. ആദ്യം തന്നെ പോയിട്ട് സ്റ്റുഡിയോയിലായിരുന്നു കേട്ടോ. അത്യാവശ്യം കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ പാലക്കാട് സ്റ്റുഡിയോയിൽ. കോട്ടയം സ്റ്റുഡിയോയെന്ന് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറേ കളക്ഷൻസ് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ട എല്ലാ ഡ്രസ്സും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് കുറേ ഡ്രസ്സ് ട്രൈ ചെയ്ത് ഞാൻ ഈ 2 ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറേ ചെരുപ്പിലും കുറേ കളക്ഷൻസ് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ ഒരു ഹീല് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ അവിടുന്ന് ഷെയ്ക്കും ജ്യൂസെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേക്കും അമ്പലത്തിൽ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും പോയിട്ടുണ്ടായിരുന്നേ. അമ്പലം ഇതാണെങ്കിൽ അതിന് നേരെ ഫ്രണ്ടിലാട്ടോ വീടുള്ളത്, തൊട്ടടുത്ത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കണ്ടാൽ തന്നെ എല്ലാം കാണാൻ പറ്റും കേട്ടോ. പക്ഷേ അമ്പലപ്പറമ്പിൽ പോയി കാണുന്ന സുഖം അത് വേറെയല്ലേ. അതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം അമ്പലപ്പറമ്പിൽ ചുറ്റി നടന്നിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്നാണെങ്കിൽ ലാസ്റ്റ് ഒരു പാനിപ്പൂരിയും 2 ഐസ്ക്രീമും വാങ്ങി അവിടുത്തെ സാമ്പിൾ വെടിക്കെട്ടും കണ്ടിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടോ.